ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു മീനാണല്ലോ കൂന്തൽ. കണവാന്നും ഇതിന് പേരുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണ് പെരുംജീരകം, വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് ചീന്തിയത് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. 500 ഗ്രാം കൂന്തലാണ് കേട്ടോ ഇതിലേക്ക് ക്ലീനാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. സാധനമൊന്നും ഞാൻ ആദ്യം തന്നെ കാണിച്ചില്ല, ഒക്കെ ഇടുന്ന സമയത്താണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 20ഓളം ചെറിയ ഉള്ളി, അതിൽ ആ വലിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് നടുവ് മുറിച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ കൂന്തലിൽ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി മീഡിയം സൈസ് 2 സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള ഒന്ന് വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഉപ്പിട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒന്ന് വേഗം അത് വഴണ്ടി കിട്ടും. ഈ കൂന്തൽ ക്ലീനാക്കിയിട്ട് കഴുകിയതിന് ശേഷം വലിയ കണ്ണിയുള്ള അരിപ്പ പോലത്തെ സാധനത്തിലേക്ക് ഊറ്റി വയ്ക്കുക. അപ്പം തീരെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം പഴുത്ത 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഈ കൂന്തൽ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അന്ന് വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണേ. കുരുമുളക് പൊടി അധികം ഇടുന്നതിനെ കൊണ്ടാണ് കുറച്ച്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതൊക്കെ കൂടിയിട്ടിട്ട് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. കുരുമുളക് പൊടി അധികം ഇടുന്നതിനെ കൊണ്ടാണ് മുളക് പൊടി കുറവാക്കിയത് കേട്ടോ, പേര് കൂടി പോവും. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടതെങ്കിൽ ഈ കൂന്തൽ ഫ്രൈക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. ഇപ്പം പൊടികളെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ക്ലീനാക്കി വെച്ച കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും മുറിക്കുക കേട്ടോ. ഇത് വട്ടത്തിൽ വേണമെങ്കിൽ മുറിക്കുക, ഇതുപോലെ നീളത്തിലോ സ്ക്വയറായിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് മുറിക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൂന്തൽ വെന്ത് വരുമ്പോൾ തന്നെ അതിലൊരു വെള്ളം ഊർന്നിറങ്ങും. ഇപ്പം ഞാൻ അങ്ങനെ ഊറ്റിയിട്ടതിനെ കൊണ്ട് തീരെ വെള്ളമില്ല. അപ്പോൾ 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണമൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ അരപ്പും കൂന്തലൊക്കെ കൂടി നല്ലോണം ഒന്ന് വെന്ത് പാകമായിട്ട് വരണം. കുരുമുളക് പൊടി അധികം ചേർത്തതിനെ കൊണ്ടാണ് ഇതിനൊരു കളറില്ലാത്തത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറുണ്ടാവുമായിരുന്നു കേട്ടോ. എരിവ് ഇല്ല തോന്നിയിട്ട് 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഉപ്പ് ഉള്ളി വാട്ടുന്ന സമയത്ത് ഇട്ടതാണല്ലോ, ആ പാകം നോക്കിയ സമയത്ത് ഉപ്പ് പോരായിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അരപ്പും കൂന്തലൊക്കെ ഒന്ന് വെന്ത് വരണം. അതിനൊരു മൂടിയെടുത്ത് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളച്ചിട്ട് വെന്ത് വരട്ടെ. ഒരു മൂടിയെടുത്ത് അടച്ച് വയ്ക്കുക. അപ്പോൾ മൂടി തുറന്ന് വെക്കുക. കറി നല്ലോണം തിളച്ചൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ചാറൊന്നും കൂടി കുറുകി വരണം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് ഗ്യാസ് ഓഫാക്കാം. ഇത് തണുത്ത് വരുന്ന സമയത്ത് ചാറൊക്കെ കുറുകിയിട്ട് നല്ല സെറ്റായിട്ട് വരും. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിനൊരു പ്ലേറ്റിലേക്ക് വിളമ്പി മാറ്റുക. അപ്പോൾ ഇനി കൂന്തൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഫ്രൈ ഉണ്ടാക്കി നോക്കൊണ്ടു. ചപ്പാത്തിയുടെ കൂടി ചോറിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടിയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.